കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് ശ്രീ വേതാളൻകാവ് മഹാദേവ ക്ഷേത്രത്തിൽ തിരുത്സവം ആരംഭിച്ചു. ഫെബ്രുവരി 7-ാം തീയതി വരെയാണ് ഉത്സവം നടക്കുന്നത്. കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് ശ്രീ വേതാളൻകാവ് മഹാദേവ ക്ഷേത്രത്തിലെ തിരുത്സവത്തിന് തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് കൊടിയേറ്റ് നടന്നു. ഫെബ്രുവരി 7-ാം തീയതി വരെയാണ് തിരുവുത്സവം നടക്കുക. തിരുവുത്സവത്തോട് അനുബന്ധിച്ച് 7-ാം തീയതി തിരുപ്പൊങ്കൽ ചടങ്ങും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ടി അപ്പുക്കുട്ടൻ, സെക്രട്ടറി ടി സുരേന്ദ്രൻ, ട്രഷറർ അനീഷ് കെ കുമാർ എന്നിവർ നേതൃത്വം നൽകുന്നു. ക്ഷേത്രമേൽശാന്തി വിനീതാർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. ഗണപതി ഹോമത്തിന് ശേഷം തൃക്കൊടിയേറ്റ് നടന്നു. തുടർന്ന് ഭാഗവത പാരായണം, കഞ്ഞിസദ്യ, തിരുവാതിര എന്നിവയും നടന്നു. 2-ാം ദിവസം ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ ഭാഗവത പാരായണം, സമൂഹസദ്യ, ദീപാരാധന, തിരുവാതിര എന്നിവയായിരുന്നു നടന്നത്. 3-ാം ദിവസം ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ ഭാഗവത പാരായണം, കഞ്ഞിസദ്യ, ദീപാരാധന, തിരുവാതിര എന്നിവ നടന്നു. 7-ാം തീയതി രാവിലെ 6 മണിക്കാണ് തിരുപ്പൊങ്കൽ ചടങ്ങ് നടക്കുന്നത്. ഇതിനുശേഷം ഭാഗവത പാരായണം, നിറവറ സമർപ്പണം, കഞ്ഞിസദ്യ എന്നിവയും നടക്കും. രാത്രി 10 മണിക്ക് തൃക്കൊടിയിറക്കം നടക്കും. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഈ ക്ഷേത്രത്തിലെ തിരുത്സവം ജനുവരി 29-ാം തീയതി ബുധനാഴ്ച തൃക്കൊടിയേറി ഫെബ്രുവരി 7-ാം തീയതി വെള്ളിയാഴ്ച തിരുത്സവത്തോടുകൂടി സമാപിക്കുകയാണ്. ഈ 10 ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ അന്നദാനം, സമൂഹസദ്യ, കഞ്ഞിസദ്യ, തിരുവാതിര കളികൾ, പിന്നെ നിറവറ സമർപ്പണം മുതലായവ നടന്നു വരുന്നു. ഭക്തജനങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിറവറ സമർപ്പണം. അതുപോലെ തന്നെ തിരുത്സവത്തിന് ദീപാരാധനയ്ക്ക് ശേഷമുള്ള ഞങ്ങളുടെ താലപ്പൊലി എതിരേൽപ്പ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ മഹോത്സവമാണ്. അതിനുവേണ്ടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രങ്ങളാണിത്. വേതാളവും ശ്രീഭദ്രയും ഒരുമിച്ച് കുടികൊള്ളുന്ന ക്ഷേത്രമാണിത്. ഇതിന് വേതാളംകാവ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പരമശിവനെ വേതാള സങ്കല്പത്തിൽ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം ഈ ക്ഷേത്രമാണ്. അതുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പാലക്കാട് ദേശത്തു നിന്നൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് വേതാള സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ 10 ദിവസങ്ങളിലും നല്ല ജന തിരക്കായിരിക്കും. 10-ാം ദിവസം ഈ വയലിൽ വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത് ഭക്തജനങ്ങളുടെ. എല്ലാവരും സഹകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം നമ്മൾ പരസ്യം കൊടുത്തിട്ട് എല്ലാവരും അത് അറിഞ്ഞിട്ട് ഇവിടെ വരാറുണ്ട്. കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളുമൊക്കെ നമ്മുടെ ഉത്സവം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും വലിയ ഒരു ആരാധനാമൂർത്തിയാണ് ശ്രീ വേതാളംകാവ് മഹാദേവൻ. CDNet ന്യൂസ്, കായംകുളം.